നായകനോളം വീര്യമുള്ള, ഒരുപക്ഷെ നായകനൊപ്പം വീറും വാശിയുമുള്ള വില്ലന്റെ മാനറിസങ്ങളെ വിസ്മയത്തോടെ വരവേറ്റിട്ടുണ്ട് പ്രേക്ഷക വൃന്ദം. ഭാവാഭിനയത്തിലും ശബ്ദ നിയന്ത്രണത്തിലും ശരീരഭാഷയിലുമെല്ലാം പ്രകടന ചാരുത കൊണ്ട് വില്ലൻ വേഷങ്ങളിലും ക്യാരക്ടർ വേഷങ്ങളിലും കയ്യടികളേറെ നേടിയിട്ടുണ്ട് നടക്കപ്പറമ്പിൽ ഫ്രാൻസിസ് വർഗീസ് എന്ന ഈ കലാകാരൻ. കടയാടി രാഘവനും മമ്പറം ബാവയും മണപ്പള്ളി പവിത്രനും ലാഹേൽ വക്കച്ചനും പത്രത്തിലെ വിശ്വനാഥനും അടക്കം വിവിധ ക്യാരക്ടറുകളേറെ നടന വൈഭവം കൊണ്ട് അവിസ്മരണീയമാക്കിയ അദ്ദേഹം നാടകവേദികളിൽ നിന്നും ലഭിച്ച അഭിനയാനുഭവങ്ങളെ സിനിമയിലും പ്രയോഗിച്ചു. മിമിക്രി പ്രോഗ്രാമുകളിലൂടെ സ്വായത്തമാക്കിയ ശബ്ദ പരിചയം മികച്ച വോയിസ് മോഡുലേഷനിലൂടെ സ്വന്തം കഥാപാത്രങ്ങളെ കൂടുതൽ ജനപ്രിയമാക്കുവാൻ അദ്ദേഹത്തെ സഹായിച്ചു. ജീവിതത്തിന്റെ ഫിലിമുകളിൽ നിന്നും അപ്രതീക്ഷിതമായി അപ്രത്യക്ഷനായെങ്കിലും ചലച്ചിത്ര ആസ്വാദകരുടെ മനസ്സിലെന്നും വിളങ്ങുന്ന ആ മുഖം. ഓർമ്മയിലെന്നും NF വർഗീസ്. നീ ഗണ്ണ് കണ്ടിട്ടുണ്ടോടാ? ഗണ്ണ് അതേടാ, നീ ഒക്കടയിൽ ഇങ്ങനെ ചേടി നടക്കുന്ന 1.5 ചാണിന്റെ പിസ്റ്റലല്ല, ഗണ്ണ്. എത്ര കാലം ഇതിനെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കാൻ അനി, ഞാൻ ഒരുപാട് ആശിച്ചു പോയി. എന്റെ മോൻ എന്നെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയപ്പോ ഒന്ന് തടയാൻ ശ്രമിക്കുകയും ചെയ്തത് സാറാ. നിനക്ക് അവളെ ഇഷ്ടമാണ് ഇങ്ങനെ വിളിച്ചോണ്ട് വരിക. അതിനിവിടെ ആരും എതിര് പറഞ്ഞിട്ടില്ല. എടാ മരത്തലയന്മാരെ, തലച്ചോറില്ല ഒരുവനും. അല്ലേലും പുറമേ മുരടത്തരം കാണിക്കുന്ന ഒരു ഉള്ളുകൊണ്ട് നല്ലവരായിരിക്കും. കള്ളും കഞ്ചാവും ആയിട്ട് നടക്കുന്നവനെ ഇങ്ങനെ സ്നേഹിച്ചാലുണ്ടല്ലോ, പാത പോലെ എപ്പോഴും വന്ന് കയറും. അവളുടെ മോന്റെ മാനം കാക്കാൻ ഒരാള് തയ്യാറാവുമ്പോ മറുത്തെന്താ പറയാണ്ടാവുക? നീ പകപോക്കുകയാണല്ലേടാ. പിന്നെ ചാകും ചാകും പറഞ്ഞ എത്ര ദിവസം നോക്കിയിരിക്കണേ, മനുഷ്യന് വേറെ പണിയില്ലേ? ഇതാരാന്ന് നിനക്ക് അറിയില്ല അല്ലേ? ഇല്ല. എടാ, ഇതാടാ നിന്റെ ഫ്രണ്ട് ഉണ്ണി. ഇതെന്തോ പുരട്ടി വെച്ചിരിക്കുന്നേ? കഴുത. അടിച്ചതാരാടാ നിന്നെ? ആണ്ടവനോ തെറ്റിയോ? എല്ലാം നഷ്ടപ്പെട്ട് ഒരു കീറപ്പായും കൈക്കുഞ്ഞുമായി ഈ പട്ടണത്തിൽ വന്നിറങ്ങിയപ്പോ എനിക്ക് കയറിക്കിടക്കാൻ ഒരിടം തന്നത് എന്റെ പപ്പുവ. ചെക്കന് പെണ്ണിനെ കണ്ട് വട്ടിളകി പോയതുകൊണ്ട് നടത്താൻ തയ്യാറാകുന്നതേ ഉള്ളൂ. നിന്റെ കുട്ടിക്കാലം കണ്ട് പാച്ചുള്ളക്ക് ഈ മുഖം സഹിക്കാനാവുന്നില്ലടാ. ഓർമ്മയിലെന്നും